എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ലെവൽസ് ഓഫ് ഹെൽത്ത് ഫെസിലിറ്റീസ് ഇൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിന്റെ ഷോർട്ട് വീഡിയോ ആണ് നോക്കുന്നത്. ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് പോപ്പുലേഷൻ അനുസരിച്ചുള്ള ഹെൽത്ത് ഫെസിലിറ്റീസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തന്നെ ലെവൽ 1, 2, 3, 4, 5, 6 ഇങ്ങനെ 6 ലെവലിലാണ് നമ്മൾ ഹോസ്പിറ്റൽസ് നമുക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഈസി നിമോണിക്സ് ആയിട്ട് നിങ്ങൾക്ക് ആലോചിക്കാം. സ്മോൾ ഹെൽത്തി പ്രെറ്റി ചിൽഡ്രൻ ഡാൻസ് മാഡ്ലി. സ്മോൾ എന്ന് പറയുന്ന സബ് സെന്റർ നെയിം, ഹെൽത്തി എന്ന് പറയുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ, പ്രെറ്റി എന്നുള്ളത് യൂസ് ചെയ്തിട്ട് പ്രൈമറി ഹെൽത്ത് സെന്റർ, ചിൽഡ്രൻ എന്നുള്ളത് യൂസ് ചെയ്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഡാൻസ് എന്നുള്ളത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും, മാഡ്ലി എന്നുള്ളത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലും ആയിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി ഒരു ഈസി റീകോൾ ആണത്. സോ ഹിയർ സബ് സെന്റർ വരുന്ന സമയത്ത് നമ്മുടെ പോപ്പുലേഷൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പ്ലെയിൻ ഏരിയ ആകുമ്പോൾ എന്താണ്, നമ്മുടെ ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും അല്ലെ. പ്ലെയിൻ ആയിട്ടുള്ള ഏരിയയിലാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങി പാർക്കുന്നത്. സോ സബ് സെന്ററിൽ സ്മോൾ ആയിട്ടുള്ള ലൈക്ക് ഫ്രം ദ നിമോണിക് സ്മോൾ സബ് സെന്ററിൽ വരുമ്പോൾ പ്ലെയിൻ ഏരിയയിൽ 5000 പോപ്പുലേഷൻ ആണ്. അതുപോലെ തന്നെ ഹില്ലി ഏരിയയിലേക്ക് അത് വരുമ്പോൾ 3000 പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങളിൽ തന്നെ സബ് സെന്റേഴ്സ് അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ നോക്കുക, ഇതാണ് ഫസ്റ്റ് കോൺടാക്ട് പോയിന്റ് ആണ് സബ് സെന്റേഴ്സ്. കമ്മിങ് ടുവേർഡ്സ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ, സെയിം ആസ് സബ് സെന്റർ ഓർ PHC അല്ലെങ്കിൽ സബ് സെന്റേഴ്സ് ചില ഏരിയയിൽ അത് അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നത്. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഇസ് ദ എക്സ്പാൻഡഡ് സബ് സെന്റർ ഓർ ദ PHC വിത്ത് വെൽനസ് സർവീസസും കൂടി വരുമ്പോഴാണ് നമ്മൾ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, പോപ്പുലേഷൻ വരുന്നത് ഒന്നെങ്കിൽ സബ് സെന്റേഴ്സിന്റെ ക്രൈറ്റീരിയയിൽ ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇറ്റ് വിൽ ബി 5000 ഓർ 3000 എന്നുള്ള ഒരു ഐഡിയയിലായിരിക്കും. ഈ ഇറ്റ് ഈസ് എ പ്രൈമറി ഹെൽത്ത് സെന്റർ അപ്ഗ്രേഡഡ് ആണെങ്കിൽ സെയിം 30,000 പ്ലെയിനിലും 20,000 ഹില്ലി ഏരിയ എന്നുള്ള കൺസിഡറേഷനിൽ തന്നെ ആയിരിക്കും ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സും പോപ്പുലേഷന്റെ കണക്ക് വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഗോയിങ് ടുവേർഡ്സ് ദ പ്രൈമറി ഹെൽത്ത് സെന്റർ. പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്ക് വരുന്ന സമയത്ത് 30,000 ആണ് പ്ലെയിൻ ഏരിയയിൽ ഉണ്ടാവുക, കാരണം അവിടെ ആൾക്കാർ കൂടുതലുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. ഹില്ലി ഏരിയയിലേക്ക് വരുമ്പോൾ 20,000 പോപ്പുലേഷൻ ആണ് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അർബൻ ഹെൽത്ത് സെന്റേഴ്സ് വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കണം, ലൈക്ക് ദേ ക്യാൻ ബി പ്ലെയിൻ അല്ലെങ്കിൽ ഹില്ലി എന്നുള്ള ഒരു കൺസിഡറേഷൻ ഒന്നുമില്ല. അവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലാണ്, കാരണം അർബൻ ഏരിയ സിറ്റീസിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. സോ ഇറ്റ് വിൽ ബി 25,000 to 50,000 ആണ് പോപ്പുലേഷൻ വരുന്നത്. ഇത് ഫസ്റ്റ് ഡോക്ടർ ലെവൽ ഫെസിലിറ്റി ആണ് ഉള്ളത്. ഓക്കെ, സബ് സെന്റർ കഴിഞ്ഞ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സിൽ ചില സബ് സെന്റേഴ്സ് അപ്ഡേറ്റ് ചെയ്താണെങ്കിൽ അവിടെ നിന്ന് ഡോക്ടേഴ്സ് ഫെസിലിറ്റീസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. പ്രൈമറി ഹെൽത്ത് സെന്ററിലാണ് ഫസ്റ്റ് ഡോക്ടർ ലെവൽ ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അത് ആലോചിച്ച് നോക്കുക, ക്വസ്റ്റ്യൻസ് വരാം. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് വരുന്ന സമയത്ത് 1,20,000 ആണ് നമ്മുടെ പ്ലെയിൻ ഏരിയയിലുള്ള പോപ്പുലേഷൻ എങ്കിൽ ഹില്ലി ഏരിയയിൽ 80,000 ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ടാവാം. കമ്മിങ് ടുവേർഡ്സ് അർബൻ പോപ്പുലേഷനിൽ വരുന്ന സമയത്ത് 1,50,000 ആണ്, അല്ലെങ്കിൽ 1,50,000 തൊട്ടിട്ട് 2,50,000 വരെ ആയിരിക്കാം പോപ്പുലേഷൻ ഉണ്ടാവുക. അവർക്ക് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ 30 ബെഡ് റെഫറൽ യൂണിറ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇറ്റ് ഇസ് 30 ബെഡ് റെഫറൽ യൂണിറ്റും കൂടിയാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കമ്മിങ് ടുവേർഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ 5 lakh പോപ്പുലേഷൻസ് ആണുള്ളത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നമുക്ക് അർബണോ റൂറലോ ഒന്നുമില്ല, അത് സിറ്റിയിൽ തന്നെ ആയിരിക്കും അധികം ഉണ്ടാവുന്ന സമയത്ത്. അധികം സമയം ലൈക്ക് ഇറ്റ് വിൽ ബി ലൈക്ക് ഇൻ എവറി ഏരിയ ഇറ്റ് വിൽ ബി ലൈക്ക് 5 lakh പോപ്പുലേഷൻ. ആൻഡ് അർബൻ ഏരിയയിലാണെങ്കിൽ ലൈക്ക് നമുക്ക് അങ്ങനെ ഡിവിഷൻ ഉണ്ടാവില്ല. ഓക്കെ, സെക്കൻഡറി കെയർ ഹോസ്പിറ്റലാണ് ഈ പറയുന്ന ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ വരുന്നത്. കമ്മിങ് ടുവേർഡ്സ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ടീച്ചിങ് കൂടി വരുന്നുണ്ട് അല്ലെ. ടെർഷ്യറി കെയർ പ്ലസ് ടീച്ചിങ് ആണ് അവിടെ വരുന്നത്. മോർ ദാൻ 10 lakhs പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇത്രയാണ് എനിക്ക് ഈ ഒരു സെഷനിൽ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു സോ മച്ച്.